കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഗുരുവായൂരിലെ കലുങ്ക് സംവാദം പൂർണ്ണ വിജയം. ഗുരുവായൂരിലെ വയോധികയ്ക്ക് വീടെന്ന സ്വപ്നം സഫലമായി. 4 ലക്ഷം രൂപ വയോധികയ്ക്ക് നൽകുമെന്നും സുരേഷ് ഗോപി ഉറപ്പു നൽകി. ഇരിങ്ങപ്പുറം സ്വദേശിയായ സത്യഭാമയ്ക്കാണ് വീട് നിർമ്മാണത്തിനുള്ള തുക വാഗ്ദാനം ചെയ്തത്. വിഷയം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ അയൽവാസി കെ രാധാകൃഷ്ണൻ 1 ലക്ഷം രൂപയും വാഗ്ദാനം ചെയ്തു. ഇരിങ്ങപ്പുറത്ത് 3 സെന്റ് സ്ഥലത്ത് അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് സത്യഭാമയും ഭർത്താവ് മണിയും കഴിയുന്നത്. ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിച്ചില്ല. വിഷയം കേട്ടപ്പോൾ തന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നും തുക തിങ്കളാഴ്ച തന്നെ അക്കൗണ്ടിലിടാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ നിന്ന് പണിഞ്ഞ് കൂലി വാങ്ങാതെ പണിഞ്ഞാൽ മാത്രമാണ് ഇത് ആ തുകയ്ക്ക് ഈ അമ്മയ്ക്ക് ഒരു മുറിയും 1-2 മുറിയും അടുക്കളയും ഒരു വിരുന്നുകാർ 2 പേര് വന്നാൽ ഇരുത്താനുള്ള ഒരു മുറിയും തീരൂ, ടോയ്ലറ്റ് അടക്കം. തിങ്കളാഴ്ച രാവിലെ അക്കൗണ്ട് തുടങ്ങി എപ്പോൾ അക്കൗണ്ട് നമ്പറും അതിന്റെ IFSCയും തരുന്നു, അതിലേക്ക് തൊട്ടടുത്ത ദിവസം ഇത് മറ്റമ്മമാർക്കോ പെൺമക്കൾക്കോ അവരുടെ മാനം സംരക്ഷിക്കുന്നതിനുള്ള കൂരയ്ക്ക് വേണ്ടിയുള്ള കേരളത്തിന്റെ സമരമാവണം PMAY സമരം. നിർത്തലാക്കിയ തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ഉടൻ ഓടി തുടങ്ങും. അങ്കമാലി വരെ മെട്രോ നീട്ടാനുള്ള അനുമതിയും ആയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. നിർത്തിപ്പോയത് മാത്രമല്ല, അഡീഷണൽ ആയിട്ട് ഒരു ട്രെയിൻ കൂടി ഈ അമ്പലത്തിലെ സന്ദർശകരെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒന്ന് കാലിയാക്കി എടുക്കുന്നതിന് വേണ്ടുന്ന ഒരു ഷട്ടിൽ സർവീസ് കൂടി തൃശൂർ വരെ അപ്പ് ആൻഡ് ഡൗൺ ഓടുന്നത്, അങ്ങനെയും ഒരെണ്ണം നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനകീയമായ പല വിഷയങ്ങളും കലുങ്ക് ചർച്ചയിൽ നിറഞ്ഞു നിന്നു. റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണ സമയത്ത് ഗുരുവായൂർ MLAയും ചെയർമാനും ചേർന്ന് നടത്തിയ പരാമർശത്തിന് തക്ക മറുപടി നൽകിയാണ് സുരേഷ് ഗോപി വേദി വിട്ടത്. ഒരു ROB വന്ന സമയത്ത് എന്നെ എന്തൊക്കെ പുലഭ്യമാണ് പറഞ്ഞ നിങ്ങളുടെ MLAയും ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനും? എന്തെങ്കിലും സത്യം ഉണ്ടായിരുന്നോ? ഒരു DRM എന്ന് ഓപ്പണായിട്ട് ആരാ ഇത് ചെയ്യിച്ചെടുത്തതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് പറഞ്ഞെങ്കിൽ അവിടെ പിന്നെ എവർക്ക് പിന്നെ നാവ് പൊന്തിയ. അപ്പൊ അങ്ങനെയുള്ള വൃത്തികെട്ട രാഷ്ട്രീയം ഒന്നും കളിക്കരുത്. കാര്യം പറയണം, സത്യം പറയണം. ജനം, ഗുരുവായൂർ.